ജിമ്മിയുടെ സഹോദരിമാർക്ക് അവർ ഇത്ര വെച്ച് കൊടുത്തിട്ടുണ്ട്, അത്ര ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ ചേച്ചിയുടെ കളറിൻ്റെ പേര് പറഞ്ഞ് കുറേ നേരം ആക്ഷേപിച്ചിട്ടുണ്ട് അമ്മായിമ്മ. അഡ്വക്കേറ്റ് ജിസ്മോൾ അവരുടെ 2 കുഞ്ഞു പെൺമക്കളുമായി ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ആണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തേത്, ഈ ജിസ്മോളുടെ ഭർത്താവിന്റെ വീട്ടുകാർ, അതായത് ഭർത്താവും ഭർത്താവിന്റെ അമ്മയും സഹോദരിയും സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് സ്ഥിരം ഈ ഒരു ജിസ്മോളെ ഉപദ്രവിക്കുമായിരുന്നു. കൂടാതെ ഈ ഒരു കാലഘട്ടത്തിൽ നിറത്തിന്റെ പേരും പറഞ്ഞ്, നിങ്ങൾ ആലോചിക്കണം, നിറത്തിന്റെ പേരും പറഞ്ഞ് ക്രൂരമായി ആ ഒരു ജിസ്മോൾ എന്ന് പറയുന്ന സ്ത്രീയെ പീഡിപ്പിക്കുമായിരുന്നു. ഇത് ഈ കാലഘട്ടത്തിലാണല്ലോ ഇതൊക്കെ നടക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് സത്യം പറഞ്ഞ ഒരു ഞെട്ടൽ. എന്താണെങ്കിലും ഈ ഒരു വിഷയവുമായി, ഈ ഒരു അഡ്വക്കേറ്റ് ജിസ്മോളിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് ജിസ്മോളുടെ അനിയൻ മാധ്യമങ്ങളോട് കുറച്ചേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കാം. ഡയറക്റ്റ് ആയിട്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ട് അവർ പറയുമായിരുന്നു, ഞങ്ങളുടെ ജിമ്മിയുടെ സഹോദരിമാർക്ക് അവർ ഇത്ര വെച്ച് കൊടുത്തിട്ടുണ്ട്, അത്ര ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ ചേച്ചിയുടെ കളറിൻ്റെ പേര് പറഞ്ഞ് കുറേ നേരം ആക്ഷേപിച്ചിട്ടുണ്ട് അമ്മായിമ്മ. പിന്നെ സഹോദരിമാരെല്ലാം നല്ല രീതിയിൽ ഉപദ്രവം ഉണ്ടായിരുന്നു. സഹോദരിമാരല്ല, അതായത് ജിസ്മോളുടെ ഭർത്താവിന്റെ സഹോദരിമാര് നല്ല രീതിയിൽ ആ ഒരു സ്ത്രീയെ ഉപദ്രവിക്കുമായിരുന്നു. എനിക്ക് ഇപ്പോഴും ഒരു ഞെട്ടൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിറത്തിന്റെ പേരും പറഞ്ഞ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് ഇപ്പോഴും നമ്മൾ അവിടെ എവിടെയൊക്കെ കേൾക്കാറുണ്ട്. എന്നാൽ കുറവാണ്, പണ്ടത്തെ പോലെ അത്രയ്ക്കും ഇല്ല. കാരണം ചില വീട്ടുകാർക്കൊക്കെ പേടി വന്നിട്ടുണ്ട്. ചോദിക്കണമെന്നൊരാഗ്രഹം കാണും. അവരുടെ വീട്ടിലെ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വീട്ടിലേക്ക് കെട്ടിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് സ്ത്രീധനം ചോദിക്കണമെന്നുള്ളൊരു സാധനം അവർക്കുണ്ടെങ്കിൽ പോലും ഇന്ന് കൂടുതലും ആളുകൾ ചോദിക്കില്ല. കാരണം പണി കിട്ടുമെന്നൊരു പേടിയുണ്ട്. ഇത് അവരുടെ കല്യാണത്തിന്, ജിസ്മോളുടെ കല്യാണത്തിന് ഓൾറെഡി അവരുടെ ഫാമിലിയിൽ നിന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ അത് തികയുന്നില്ല പരനാറിക്കും അവന്റെ കുടുംബത്തിനും. അവന്റെ പെങ്ങളൊക്കെ അവരുടെ വീട്ടിലാണ്. സാധാരണ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അത് വരും വീഡിയോയിൽ നിങ്ങൾക്ക് അത് കാണിക്കാം. ഞാനത് ജിസ്മോളുടെ അനിയൻ തന്നെ അത് പറയുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ഈ ജിസ്മോളുടെ ഭർത്താവിന്റെ സിസ്റ്റർ അവരിപ്പോഴും ഇവരുടെ വീട്ടിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അതൊരു തെറ്റൊന്നും ആണെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവൾ കല്യാണം കഴിച്ച് വേറൊരു വീട്ടിൽ പോയാൽ അവൾ നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നതിനകത്ത് അത്ര വലിയ തെറ്റുണ്ടോ? എനിക്കറിയില്ല. അവളുടെ സ്വന്തം വീടല്ലേ, അവൾ ജനിച്ചു വളർന്ന വീടല്ലേ, അവൾക്ക് അവിടെ വന്ന് നിൽക്കുന്നതിന് വലിയ തെറ്റൊന്നുമില്ല. പക്ഷേ അത് വലിയ ലിമിറ്റ് വേണ്ടേ? അതായത് ലിമിറ്റ് വേണ്ടേന്ന് ഞാൻ ചോദിക്കാൻ കാരണം, വേറൊരു വീട്ടിലോട്ട് കല്യാണം കഴിച്ച് പോയില്ലേ, അവിടെ ഒരു ഭർത്താവും കുട്ടികളും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ അവിടെയല്ലേ ഹാപ്പി ആയിട്ട് നിൽക്കേണ്ടത്. എന്നിട്ട് ഇടയ്ക്കൊക്കെ സ്വന്തം വീട്ടിൽ വരണം. ഇത് ജിസ്മോളുടെ കുടുംബത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ജിസ്മോളുടെ ഭർത്താവിന്റെ അനിയത്തി കല്യാണം കഴിച്ച് പോയി, എന്നിട്ടും അവരുടെ വീട്ടിലാണ് വന്ന് നിൽക്കുന്നത്. നിന്നോട്ടെ, കുഴപ്പമില്ല, നിന്നോട്ടെ, ഞാൻ അത്രേ പറയുന്നുള്ളൂ. എന്നാൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ജിസ്മോളെ എന്തുകൊണ്ട് ഈ പരനാറി, അവളെ കെട്ടിയ ആ പുന്നാര മോനായിട്ടുള്ള ജിമ്മിയും അവരുടെ അമ്മയും എല്ലാവരും ഈ ഒരു ജിസ്മോളെ എന്തുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് വിട്ടില്ല? അവരുടെ വീട്ടിലെ കുട്ടിയെ പിടിച്ച് അവരുടെ വീട്ടിൽ നിർത്താം. വല്ലവരുടെ വീട്ടിലെ കുട്ടിയെ അവരുടെ ആ പെങ്കൊച്ചിന്റെ വീട്ടിലേക്ക് വിടാൻ ഇവര് സമ്മതിക്കത്തില്ല. ഇതൊരുമാതിരി തന്തയില്ലായ്മയല്ലേ ആ കുടുംബം കാണിച്ചുകൊണ്ടിരുന്നത്? അല്ലേ? നിങ്ങൾ തന്നെ പറ. ഈ ജിമ്മി എന്ന് പറയുന്നവർ ഈ ആ ജിസ്മോളും അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ മരിച്ചു കിടക്കുന്ന ദിവസം നിങ്ങൾക്ക് അറിയുന്ന കണ്ടു. വെറുതെയാണ്, എനിക്ക് തോന്നുന്നില്ല അതൊക്കെ മനസ്സിൽ തട്ടിയാണെന്ന്. അവരുടെ അമ്മ ഈ ജിമ്മി എന്ന് പറയുന്ന നാറിയുടെ, അവരെ എവിടെ കണ്ടിട്ടില്ല. അവരെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ നല്ല രീതിയിൽ പിടിച്ച് 2 ആട്ടാട്ടേണ്ടതാണ്. എന്താണ് നിങ്ങൾ ബാക്കി കേൾക്കുക, എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കാം. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കോവിഡിൻ്റെ 2019 കോവിഡ് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് UK മൂത്ത സഹോദരി കെയർ വിസയ്ക്ക് പോയി. ആ മൂത്ത സഹോദരി ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ പുള്ളിക്കാരി അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് പോകുന്നതിന് മുമ്പ് വരെ പുള്ളിക്കാരിയെ കെട്ടിച്ചു വിട്ടിരുന്നത് അറുന്നൂറ്റിമംഗലത്താണ്. അറുന്നൂറ്റിമംഗലത്ത് അവിടെ കെട്ടിച്ചു വിട്ട വീട്ടിൽ പുള്ളിക്കാരി പോകത്തില്ല. പുള്ളിക്കാരി ചേച്ചിയുടെ വീട്ടിൽ നിൽക്കുമായിരുന്നു. അവിടെ നിന്ന് പുള്ളിക്കാരിയും ഈ പുള്ളിക്കാരിയും അമ്മായിമ്മയും കൂടി നല്ല രീതിയിൽ ചേച്ചീനെ ഉപദ്രവിച്ചിട്ടുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിച്ചിട്ടുണ്ട്. കെട്ടിച്ച് വിട്ടു, എന്നാലും ആ വീട്ടിൽ തന്നെ വന്ന് നിന്ന് അമ്മയായിട്ട് കൂടെ നിന്ന്, അമ്മയായിട്ട് മറ്റേ സ്വന്തം അമ്മയാണല്ലോ, അപ്പൊ ജോയിന്റ് ആവാമല്ലോ, ജോയിൻ ചെയ്ത് മരുമോളെ, ആ വീട്ടിൽ വന്ന് കയറിയ മരുമോളെ ഉപദ്രവിക്കുക. അതായിരുന്നു ജിമ്മിയുടെ സഹോദരിയുടെ മെയിൻ ഒരു ഹോബി. ഒന്ന് ആലോചിക്കണം നിങ്ങൾ. അവൾക്ക് അവളുടെ വീട്ടിൽ വന്ന് നിൽക്കാം. ഇതിനകത്തെ പോയിന്റ് അവിടെയാണ്. ചെയ്തോട്ടെ, വന്ന് നിന്നോട്ടെ, അവൾക്ക് വന്ന് നിൽക്കാം. പക്ഷെ ആ വീട്ടിൽ വന്നു കയറിയ മരുമോളെ ആ തള്ളയ്ക്ക് അവരുടെ വീട്ടിലേക്ക് വിടാൻ പറ്റത്തില്ല. ഒന്ന് ആലോചിക്കണം. ബാക്കി ചേച്ചി ഞാൻ പറയും. പക്ഷേ ചേച്ചി ഇതിനു മുമ്പ് ഒന്നും കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല. ഇത് പല കാര്യങ്ങളും എന്നോട് ചേച്ചി മറച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ മൂത്ത സഹോദരിയായിട്ട് പറഞ്ഞിട്ടുണ്ട്.
ചേച്ചിയോട് ഈ കാര്യങ്ങൾ കുറേ പറയുന്നുണ്ട്. ചേച്ചിയോട് പറഞ്ഞത് എന്നോടും പപ്പയോടും ഇത് പറയരുതെന്ന് പറഞ്ഞ് ചേച്ചി കുറേ പറയുന്നുണ്ട്. പക്ഷേ ചേച്ചിയോട് അന്നും പറയുന്നത് പുള്ളിക്കാരി UK യിലൊക്കെ പോയി കഴിയുമ്പോഴൊക്കെ കുറച്ച് കുറയുമായിരിക്കും, അങ്ങനെയൊക്കെ ചേച്ചിക്ക് അങ്ങനെയൊക്കെ കുറേ പ്രതീക്ഷകളുണ്ടായിരുന്നു. ജിസ്മോളുടെ പ്രതീക്ഷ എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടായിരിക്കാം ആ ഒരു സ്ത്രീ ജിസ്മോൾ അവിടെ സഹിച്ചു നിന്നത്. അതായത് ഈ ഒരു ജിമ്മി എന്ന് പറയുന്ന അവരുടെ ഭർത്താവിന്റെ, ജിസ്മോളുടെ ഭർത്താവിന്റെ പെങ്ങള് കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് UK യിലേക്ക് കൊണ്ടാക്കാൻ പോകുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് പോയി കഴിഞ്ഞാൽ പകുതി ശല്യം തീരുമല്ലോ എന്നായിരുന്നു ആ സ്ത്രീ വിചാരിച്ചിരുന്നത്. പക്ഷെ അത് നടന്നില്ല. ലാസ്റ്റ് അവര് മേപ്പോട്ട് പോകേണ്ട ഒരു അവസ്ഥയായി. ഇനി പോകാലോ ചേച്ചിക്ക് UK യിലേക്ക്, കൊന്നില്ലേ, സ്വന്തം സഹോദരന്റെ ഭാര്യയെ കൊന്നല്ലോ, ഇനി UK യിലേക്ക് കൊണ്ടാക്കാൻ പോകാമല്ലോ. ഇനി അവരുടെ അമ്മയ്ക്ക് സന്തോഷമാവുമല്ലോ. ഇനിയിപ്പോ കളറിന്റെ പേരും പറഞ്ഞ് ആരും ചൊറിയാൻ ചെല്ലണ്ടല്ലോ. ഒരു തള്ള, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, നിറത്തിന്റെ പേരും പറഞ്ഞ് വന്നു കയറിയ പെണ്ണിനോട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കാലഘട്ടത്തിലാണല്ലോ ഇതൊക്കെ നടക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് സത്യം പറഞ്ഞ ഒരു ഞെട്ടൽ. നമുക്ക് ബാക്കി പിന്നെ വേറൊരു കാര്യം കൂടെ, ഇപ്പൊ ഈ ഒരു പയ്യൻ തന്നെ, ഈ ഒരു ജിസ്മോളുടെ അനിയൻ തന്നെ പറയുന്നുണ്ട് അവരോടും, അതായത് ഈ പയ്യനോടും ഈ ജിസ്മോളുടെ അച്ഛനോടും കാര്യങ്ങളൊന്നും ജിസ്മോൾ ഒരു പരിധിയിൽ കൂടുതൽ പറയില്ലായിരുന്നു. അത് വേറൊന്നും കൊണ്ടായിരിക്കില്ല ചേട്ടാ, ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കാം. നിങ്ങളോട് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അവിടെ പോയി ഒച്ചയും ബഹളം ഉണ്ടാക്കും. നേരത്തെ തന്നെ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവിടെ ചെന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ പേരും പറഞ്ഞ് ആ സ്ത്രീയെ വീണ്ടും ആ പരനാറി ഇടിക്കും. ഒച്ചയും ബഹളത്തിന് വരെ നിങ്ങൾ വിളിച്ചുകൊണ്ട് അങ്ങ് കൊണ്ടുപോകണമായിരുന്നു. കാരണം താങ്കൾ തന്നെ പറയുന്നത് ഞാൻ കേട്ടു, ഇന്നലെ കല്യാണം കഴിഞ്ഞ് 2ാം മാസം തൊട്ട് ഈ ജിമ്മി എന്ന് പറയുന്ന നാറി ഈ ഒരു സ്ത്രീയെ ഉപദ്രവിക്കുമായിരുന്നു. അപ്പൊ തന്നെ വിളിച്ചുകൊണ്ട് പോകണമായിരുന്നു. അതായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ കാണാം. അത് മരണവിവരം അറിയിച്ചത് പപ്പ പുറത്ത് UK യിലാണ്. അപ്പം പപ്പയുടെ അടുത്തോട്ട് വിളിച്ചു. ഈ ജിമ്മിയുടെ അമ്മാവനാണ് വിളിച്ചത്. അമ്മാവൻ വിളിച്ചിട്ടാണ് പറഞ്ഞത്. അത് എനിക്കറിയത്തില്ല, ഈ ഞായറാഴ്ച വൈകിട്ട് വരെ അപ്ഡേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു മീൻസ് എൻ്റെ വൈഫിനാണെങ്കിലും മെസ്സേജ് അയച്ചു. പിന്നെ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് എനിക്കൊന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് ഒരു സ്റ്റാറ്റസിന് റിയാക്ട് ചെയ്തിട്ടുണ്ട് 6:11 വരെ. പക്ഷേ അത് കഴിഞ്ഞിട്ട് വേറൊരു ചേച്ചിയുടെ ഫോണിൽ നിന്ന് ആർക്കും ഒരു അങ്ങനെ ഒരു രീതിയിലുമില്ല. ചേച്ചീനെ പപ്പായും ട്രൈ ചെയ്തു. ചേച്ചി വർക്ക് ചെയ്യുന്ന എറണാകുളത്തെ ഓഫീസിലെ ഒരു സ്റ്റാഫും കോൺടാക്ട് ചെയ്തു. പക്ഷേ ആർക്കും ചേച്ചിയായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ബലമായ സംശയം ജിമ്മിയുടെ കയ്യിലായിരിക്കും ആ ഫോൺ ഇരുന്നത്. പിന്നെ എൻ്റെ മൂത്ത ചേച്ചി പറഞ്ഞത്, ചേച്ചിക്ക് ഈ ഓഡിയോയോ മെസ്സേജൊന്നും ചേച്ചി വാട്സപ്പ് ത്രൂ അയക്കത്തില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും. ചേച്ചി മൂത്ത ചേച്ചി രണ്ടാമത്തെ ചേച്ചീനെ, ജിസ്മോൾ ചേച്ചിയാണെങ്കിൽ എൻ്റെ മൂത്ത ചേച്ചീനെ വിളിക്കും. ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കും, ചേച്ചി എന്നെ ഒന്ന് വിളിക്കാൻ പറയും. ചേച്ചി വിളിക്കുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. ഇങ്ങനെ പറയുന്നതിന് ഒരു റീസൺ എന്ന് പറഞ്ഞാൽ കുഞ്ഞേച്ചി പറയുന്നത് ഫോൺ ജിമ്മി ചെക്ക് ചെയ്യും, എന്തെങ്കിലും മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ പിന്നെയും വീട്ടിൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞു. ഒരുപാട് എപ്പോഴും പൈസ ഇങ്ങനെ ചോദിക്കുക, അങ്ങനത്തെ കേസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയും, പപ്പ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ പറയും. ജിസ്മോൾ എന്ന് പറയുന്ന ആ ഒരു അഡ്വക്കേറ്റിന്റെ, ആ ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം വീട്ടുകാരെ പോലും ആ സ്ത്രീക്ക് വിളിക്കാൻ പറ്റില്ലായിരുന്നു. സ്വന്തം ചേച്ചിയെ വരെ അങ്ങോട്ട് മെസ്സേജ് ഇടും, ചേച്ചി എന്നെ ഒന്ന് തിരിച്ച് വിളിക്കെന്നും പറഞ്ഞ്. അല്ലാതെ ഒരു മെസ്സേജ്, ഒരു വോയിസ് മെസ്സേജ് ഇടാൻ പറ്റത്തില്ലായിരുന്നു. ഇട്ട് കഴിഞ്ഞാൽ നേരെ കെട്ടിയോൻ, ആ സുന്ദര കില്ലാടിയായിട്ടുള്ള ചിമ്മി മോൻ വന്നിട്ട് ഫോൺ എടുത്ത് നോക്കും. എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വീട്ടിൽ വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ ഭർത്താവിന്റെ അമ്മയോ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തലയിടിച്ച് പൊളിക്കുക, ഭിത്തിയെ കൊണ്ടൊന്ന് ഇടിപ്പിക്കുക, തെറി പറയുക, കളറിന്റെ പേരും കളറിന്റെ കറച്ചിരി നീ കറുത്തുപോയി, ആ ഒരു കറുത്തു പോയത് അവരുടെ കുറ്റമാണോ, അതിന്റെ പേരും പറഞ്ഞ് അവരെ ഇല്ലാതെയാക്കുക, ആക്ഷേപിക്കുക. ചിലപ്പോൾ മറ്റുള്ളവരുടെ ഫ്രണ്ടിലൊക്കെ വെച്ച് അതുപോലെ ചെയ്തിട്ടുണ്ടായിരിക്കും, ആക്ഷേപിച്ച് കാണുമായിരിക്കും. ഇതെല്ലാം ആ വീട്ടിൽ ഒരു പരിധിയിൽ കൂടുതൽ, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ അവഹേളനയും മാനസികമായിട്ടുള്ള പീഡനവും ഒക്കെ ആർക്കാണെങ്കിലും താങ്ങാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇപ്പൊ അറിയാൻ സാധിക്കുന്നത് അവർ ആത്മഹത്യ ചെയ്തതാണെന്ന് തന്നെയാണ്. അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാർ ആ കുടുംബം തന്നെയാണ്. അതിൽ ഈ ഒരു ജിമ്മി എന്ന് പറയുന്ന പരനാറി മാത്രമല്ല ശിക്ഷിക്കപ്പെടേണ്ടത്. മെയിനായിട്ട് അവന്റെ പെങ്ങള്, അവളിനി UK പോയി അങ്ങനെ ഉണ്ടാക്കണ്ട. പിന്നെ അവരുടെ അമ്മ, അവർക്ക് വയ്യാതിരിക്കുകയാണ്. പക്ഷേ വയ്യാതിരിക്കുന്നതിന്റെ ഒരു കരുണയൊന്നും അവരോട് കാണിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതുപോലത്തെ പരിപാടികളാണ് അവർ കാണിച്ചു വെച്ചിരിക്കുന്നത്. എന്നാലും പോട്ടെ, പക്ഷെ ആ ഒരു പെങ്ങള്, അവരെ വെറുതെ വിടണമെന്ന് ഞാൻ പറയില്ല. അവർക്കും കിട്ടണം. ഇവൻ എന്ത് ശിക്ഷയാണോ കിട്ടുന്നത് അത് തന്നെ ആ സ്ത്രീക്കും കിട്ടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.